എനിക്കൊരു വോട്ട് തന്നാൽ നിങ്ങൾക്ക് ഞാൻ എന്റെ ഹൃദയവും പുതിയൊരു വികസന സംസ്കൃതിയും തരാം എന്നാണ് PC വിഷ്ണുനാഥ് അവരോട് പറഞ്ഞത്. ഇപ്പോ വിഷ്ണുവിന് അതും പറയേണ്ടി വരുന്നില്ല. കാരണം ചെങ്ങന്നൂർക്കാർക്ക് വിഷ്ണു കൊടുത്തത് ഹൃദയവും സ്നേഹവും വികസന സംസ്കൃതിയും മാത്രമല്ല, സ്വന്തം ജീവിതം കൂടിയാണ്. ഇന്നലെ ടിവിക്കാരൊക്കെ ഉണ്ടായിരുന്നു, ചോദിച്ചു ആര് ജയിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ വിഷ്ണുനാഥ് അല്ല വേറെ ആരും ജയിക്കാൻ പോകുന്നില്ല. ലോകം മുഴുവൻ കേരള നാടിനെ മാതൃകയാക്കുമ്പോൾ വികസന വിജയം വിശ്വചരിത്രത്താളിൽ പതിയുമ്പോൾ ലോകം മുഴുവൻ കേരള നാടിനെ മാതൃകയാക്കുമ്പോൾ വികസന വിജയം വിശ്വചരിത്രത്താളിൽ പതിയുമ്പോൾ കണ്ണും കൂട്ടി എതിർക്കും കപടത മണ്ണിൽ തകരട്ടെ, ശക്തികളൊത്തൊരുമിക്കുമ്പോഴൊരു വിജയം വിടരട്ടെ. കണ്ണും കൂട്ടി എതിർക്കും കപടത മണ്ണിൽ തകരട്ടെ, ശക്തികളൊത്തൊരുമിക്കുമ്പോഴൊരു വിജയം വിടരട്ടെ, വിജയം വിടരട്ടെ. സാറും എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്റെ സാറൊന്ന് ജയിച്ചു കാണാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഗോപാലിന്റെ ഭാര്യയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മുടെ വീട്ടിലൊരാൾ വന്നതെന്ന് പറഞ്ഞ് ഇന്നവരെ ജയിക്കുള്ളൂ നമ്മുടെ ചെങ്ങന്നൂരിലെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ സന്തോഷിച്ച് വയറ് നിറഞ്ഞ് പനെ ദൈവം അതങ്ങ് അനുഗ്രഹിച്ചാൽ മതി, എന്റെ സാറങ്ങ് ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശരി സാറേ, സന്തോഷം. 2006 വയസ്സ് 28 ആകുന്നതിന് മുൻപാണ് വിഷ്ണു ചെങ്ങന്നൂരിൽ കന്നി അംഗത്തിനെത്തിയത്. നിയമസഭയിലെ ബേബി, അതിന്റെ ചന്തവും വീറും വിഷ്ണുവിനുണ്ടായിരുന്നു. അതിനു മുൻപ് വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെ കേരള ജനതയ്ക്ക് സുപരിചിതനായിരുന്നു വിഷ്ണു. അനിശ്ചിതത്വത്തിന്റെ 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ മാനേജ്മെന്റുകൾക്ക് മുൻപിൽ ഈ ഗവൺമെന്റ് ദുരൂഹമായ ഒരു കീഴടങ്ങൾ നടത്തിയിരിക്കുകയാണ്. മെയ് 29-ാം തീയതി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓരോ സമയത്തും ഗവൺമെന്റ് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ലേലം വിളിച്ചുകൊണ്ടാണ് ഈ 1919 ഒഴിവുകളും 9 പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള അണിയറ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, കിറ്റ്കോ പോലെയുള്ള സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തീർച്ചയായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ യൂത്ത് കോൺഗ്രസ് രേഖാമൂലം തെളിവ് സഹിതം പരാതി നൽകും. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാ സമരങ്ങൾക്കും മുന്നണി പോരാളി, മെലിഞ്ഞു കൊനുന്നനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ദീപ്തമായ മുഖത്തോടെ പതറാത്ത കാൽവയ്പോടെ കാക്കിയുടെ രൗദ്രഭാവങ്ങളിലേക്ക് നടന്നു കയറുന്നത് കേരളം പലപ്പോഴും വാത്സല്യത്തോടെയും ചിലപ്പോഴെങ്കിലും അങ്കലാപ്പോടെയും കണ്ടുനിന്നു. വിഷ്ണുവിനെ നൊന്തപ്പോൾ കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും നൊന്തു. വിഷ്ണു പോലും അറിയാതെയായിരുന്നു ആ വാത്സല്യത്തിന്റെ സ്നേഹക്കാറ്റ് വീശാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഞങ്ങളുടെ ഒരു കുടുംബ മെമ്പറിനെ പോലെയാണ് ഞങ്ങളുമായിട്ട് പെരുമാറുന്നത്. ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് എന്തു പറഞ്ഞു ടെലിഫോൺ ചെയ്താലും അദ്ദേഹം ഓടി വന്ന് എന്തുവാന്ന് ചോദിച്ച് അതിനുവേണ്ട പ്രതിവിധി അദ്ദേഹം തരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം പ്രയത്നിക്കുന്നുണ്ടെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും വിശ്വാസമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ വീണ്ടും ഞങ്ങളുടെ MLA ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ നല്ല ഒരു അഭിപ്രായമേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളൂ. ഏതാവശ്യത്തിനും വിളിച്ചാൽ കടന്നു വരികയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കൂടാതെ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ കല്ലിശ്ശേരി സ്കൂളിൽ VHS കല്ലിശ്ശേരി സ്കൂളിലെ എല്ലാ ആവശ്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ ഏതാവശ്യത്തിനും കമ്പ്യൂട്ടറിന്റെ ആവശ്യത്തിനാണ് എല്ലാത്തിനും
എപ്പം വിളിച്ചാലും അവിടെയും കടന്നു ചെല്ലുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുന്ന കാര്യത്തിലാണ് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം നല്ല പ്രവർത്തനമാണ് വിശ്വനാഥ് കാഴ്ചവെച്ചത്. ഇനിയും അദ്ദേഹം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒട്ടേറെ വികസനങ്ങളൊക്കെ തുടങ്ങി വെച്ചു. അത് പൂർത്തീകരിക്കാൻ അദ്ദേഹം തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാലം കർമ്മരഥങ്ങൾക്കായി കരുത്തു പകർന്ന കൈപ്പത്തി, കാലം കർമ്മരഥങ്ങൾക്കായി കരുത്തു പകർന്ന കൈപ്പത്തി, ഇതിഹാസങ്ങളിൽ ഇന്ത്യ നമിക്കും ഇന്ദിര വീശിയ കൈപ്പത്തി, ഇതിഹാസങ്ങളിൽ ഇന്ത്യ നമിക്കും ഇന്ദിര വീശിയ കൈപ്പത്തി, കൈപ്പത്തി കൈപ്പത്തി നമ്മുടെ ചിഹ്നം കൈപ്പത്തി. ചെങ്ങന്നൂർ വിഷ്ണുനാഥിന് വേറിട്ടൊരിടമല്ല. ചെങ്ങന്നൂരിന്റെ ഓരോ നടവഴികളിലും വിഷ്ണുവിന്റെ സ്നേഹക്കാലുകൾ പതിഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂർ വിഷ്ണുവിന് കൊടുത്തത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അപാര സാഗരമായിരുന്നു. തിരിച്ചാകട്ടെ വിഷ്ണു അവർക്ക് സ്വന്തം ജീവിതവും ജീവനും കൊടുത്തു. ഞാൻ 5 വർഷം മുമ്പ് ചെങ്ങന്നൂരിലേക്ക് കടന്നു വരുമ്പോൾ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ്, KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയോഗം ലഭിച്ച് ഇവിടെ എത്തിയത്. അന്ന് എന്റെ പ്രധാന പരിമിതി ഈ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള അപരിചിതത്വമായിരുന്നു. ആളുകളെ സംബന്ധിച്ച് എനിക്കുള്ള അറിവില്ലായ്മയായിരുന്നു. എന്നാൽ 5 വർഷക്കാലം ജനങ്ങളിടയിൽ പ്രവർത്തിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് എനിക്കിപ്പോഴുള്ളത്. ചെങ്ങന്നൂരിന്റെ മുക്കും മൂലയും അറിയുവാനും മനസ്സിലാക്കുവാനും, ഓരോ കുടുംബത്തിലെ ആളുകളെയും വ്യക്തിപരമായി അടുത്തറിയുവാനും, അവരുടെ വീടുകളിലെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും പോലും നേരിട്ട് മനസ്സിലാക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ ആത്മവിശ്വാസവും വ്യക്തി ജീവിതത്തിൽ പോലും ഒരു പുതിയ അനുഭവമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ കണക്കാക്കുന്നത്, ഏത് വീട്ടിലും ഏത് സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം, അവർ നൽകുന്ന സ്നേഹം, ചെങ്ങന്നൂര് കഴിഞ്ഞ 5 വർഷക്കാലം തിരിച്ച് എത്ര കൊടുത്താലും മതിയാകാത്ത ഒരു സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം. ചെങ്ങന്നൂരിലെ ജനങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് എന്ത് തിരിച്ചു നൽകണമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പറയുക എനിക്ക് സാധ്യമല്ല. അത്രയധികം സ്നേഹം എനിക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് ശ്രീ വിഷ്ണുനാഥ്. നിയോജക മണ്ഡലത്തോട് അദ്ദേഹം എത്രമാത്രം താല്പര്യം പുലർത്തുന്നു എന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ വിഷ്ണുനാഥ് നിയോജക മണ്ഡലത്തെ സ്നേഹിക്കുന്നു. നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു. വികസനത്തിന്റെ കഥ പറയുമ്പോൾ അതിന്റെ നേർവിവരണം അസാധ്യമാകുന്നു. അതിനുമപ്പുറത്താണ് ചെങ്ങന്നൂരിന്റെ വളർച്ച. പുതിയ തലമുറ ചിന്തിക്കുമ്പോൾ അവരുടെ ചിന്തയിൽ പോലും യുവത്വമുണ്ട്. ചെറുപ്പക്കാരുടെ തുടിപ്പറിയാവുന്നതുകൊണ്ടാണ് ചെങ്ങന്നൂർ സമ്പൂർണ്ണ ലേണിംഗ് മണ്ഡലമായത്. മുഴുവൻ സ്കൂളുകളിലും CD ലൈബ്രറി, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും സ്മാർട്ട് ക്ലാസ് റൂം, ഉപഗ്രഹ വിദ്യാഭ്യാസം. ചെങ്ങന്നൂർ ആലപ്പുഴയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലേണിംഗ് മണ്ഡലമായി മാറുന്നത് ആ ആശയം യാഥാർത്ഥ്യമായപ്പോഴാണ്. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും CD ലൈബ്രറികൾ, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ സംവിധാനം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒക്കെ സജ്ജീകരിക്കുവാൻ കഴിഞ്ഞത് തിരിഞ്ഞു നോക്കുമ്പോൾ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച ചെങ്ങന്നൂരിനെ ലോകത്തിന്റെ വിരൽത്തുമ്പാക്കി. എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് ITI, വനിതാ ITI, അങ്ങനെ പലതും. ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ PG കോഴ്സുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് തിരഞ്ഞെടുക്കുന്ന ഒരു കോളേജായി ലോകബാങ്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം അടക്കം നടപ്പിലാക്കിക്കൊണ്ട് അവിടെ പുതിയ PG കോഴ്സുകളും അവിടെ ബഹുനില മന്ദിരം വരികയാണ്. അപ്പോഴേക്കും PG കോഴ്സുകൾ മുഴുവൻ ആ ബഹുനില മന്ദിരത്തിലേക്ക് മാറുകയും ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു പുതിയ വികസനത്തിന്റെ കുതിപ്പ് അവിടെ തുടങ്ങുകയാണ്. വനിതാ ITയിൽ ക്ലാസ് മുറികളുടെ അഭാവം